ഹായ് ഗൈസ്, അപ്പോൾ ഒരു സൈക്കിളും കാര്യങ്ങളൊക്കെ ആരാണല്ലേ ആഗ്രഹിക്കാത്ത? എല്ലാവർക്കും ആഗ്രഹമാണ് ഒരു സൈക്കിൾ കാര്യങ്ങളൊക്കെ, തടി കുറയ്ക്കാനായാലും പല പല പർപ്പസസിനായിട്ട് ഓരോരുത്തർക്കും സൈക്കിൾസിന്റെ ആവശ്യം ഒത്തിരിയാണ്. സോ ഇന്ന് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നാൽ കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സൈക്കിളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. സോ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് സാധനം, അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ഉറപ്പാണ്, കാരണം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഓട്ടിക്കുന്ന വീഡിയോയും ഓട്ടിക്കുന്നതും അതിൻ്റെ എക്സ്പീരിയൻസും എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, റേറ്റ് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ക്രാഡിയക്കിൻ്റെ ഗണർ പ്രോ മാക്സ് ആണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ എന്ന് പറയുന്നത്, ക്രാഡിയക്കിൻ്റെ ഗണർ പ്രോ മാക്സ്. ക്രാഡിയക്ക് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ് അവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സൈക്കിളും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഓക്കെ, ഒരു അണ്ടർ 40,000 വന്നുകൊണ്ടിരുന്ന സാധനമാണിത്. ഇപ്പോൾ ഭയങ്കര ഓഫറിൽ കിട്ടുന്നുണ്ട്. ഒരു 20-25,000 റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കിട്ടും. ഓഫ്ലൈൻ പോവുകയാണെങ്കിൽ 30K അബോവ് എന്തായാലും പോവും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഭയങ്കര പൊളിയായിട്ടുള്ള ഒരു സാധനമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ നിങ്ങൾ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 25,000 അണ്ടർ എടുക്കുന്ന സൈക്കിള് നോക്കുമ്പോൾ റോഡ് സൈക്കിളാണിത്. അപ്പോൾ ബഡ്ജറ്റിൽ വെർത്താണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ അറിയാം. ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമുക്ക് നോക്കാൻ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്, ഒരു അലോയ് ഫ്രെയിമിൽ വന്നിരിക്കുന്ന ഒരു സൈക്കിളാണ്. ഒരു 700C ടയർ സൈസുള്ള സൈക്കിളാണ്. 18.5 ഇഞ്ചാണ് ഫ്രെയിം വരുന്നത്. സോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എന്നാലും ഫീച്ചേഴ്സിലൊന്നും ഒരു രീതിക്കുള്ള കോംപ്രമൈസും ചെയ്യാത്തൊരു സൈക്കിളും കൂടിയാണിത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ച് കൊള്ളട്ടെ. ഓക്കെ, എന്തായാലും നമുക്കിതിനകത്ത് 2 ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അതുപോലെ സസ്പെൻഷനിൽ ക്വിക്ക് റിലീസ് വരുന്നുണ്ട്. അതുപോലെ വയറിങ് എല്ലാം തന്നെ അകത്തൂടെയാണ് പോയിക്കുന്നത്. അതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സൈക്കിൾസിൽ ഒന്നിലും തന്നെ കാണാൻ പറ്റാത്ത സാധനമാണ്. ഫ്ലാഗ്ഷിപ്പ് സൈക്കിൾസിൽ മാത്രം കണ്ടുവരുന്ന ഒരു സാധനമാണ് അങ്ങനത്തെ ടൈപ്പൊക്കെ. അതായത് വയറിങ് ഫുൾ അകത്തൂടെയാണ് പോയിരിക്കുന്നത്, പുറത്തൂടെ വയസ്സൊന്നും തന്നെ ഇല്ല. പക്ഷേ ഹാൻഡിൽ ബാർ തൊട്ട് അങ്ങനെ അല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും തോന്നുന്നത്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ അത്രയും വയറിങ്ങെങ്കിലും ഉള്ളിലാക്കിയെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈക്കിളിനകത്ത് പിന്നെ സീറ്റ്സിനകത്ത് എക്സ്റ്റേണലി ജെൽ പാഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡിൽ ബാറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സ്പീഡോമീറ്റർ, ലൈറ്റ്, പിന്നെ ഒരു ഹോണും കൂടി ഉണ്ടായിരുന്നു, അത് ഇളക്കി വെച്ചതാണ്. അപ്പോൾ ഇതെൻ്റെ സൈക്കിളല്ല, ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സൈക്കിളാണ്. ഓക്കെ, എന്തായാലും ഇത് 21 ഗിയർ സൈക്കിളാണ്. അതും ഷിമാനോയുടെ അസൈറ എന്ന് പറയുന്ന ഒരു ഗിയർ സെറ്റോടെ വരുന്ന സൈക്കിളാണ്. സോ എന്തുകൊണ്ട് നോക്കുവാണെങ്കിലും വളരെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സൈക്കിളാണ്. ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് തന്നെ കാണാൻ സാധിക്കും, അത്യാവശ്യം നല്ല പവറുള്ള ലൈറ്റാണ്. ഞാൻ പിന്നെ ലൈറ്റിനെ കുറിച്ച് അധികം പറയുന്നില്ല, കാരണം ഇത് ആഫ്റ്റർ മാർക്കറ്റ് മേടിച്ച് വെച്ചതാണ്. ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സേഫ്റ്റി കിട്ടും. അപ്പോൾ നമ്മുടെ മാക്സിറ്റി ഇതാ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ക്രാഡിയക്കിലേക്ക് തന്നെ വരാം. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അത്യാവശ്യം ബഡ്ജറ്റിൽ നോക്കുവാണെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള സൈക്കിൾ കിട്ടത്തില്ല എന്ന് തന്നെ പറയാം, അതും ക്രാഡിയക്ക് പോലുള്ള ഒരു ബ്രാൻഡിൻ്റെ. ഷിമാനോയുടെ അസീറ സെറ്റ് ഗിയറാണ് വരുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ റെഡ് ആൻഡ് യെല്ലോ കളറിലുള്ള ഒരു തീമാണ്. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. നമ്മുടെ കാലും കാര്യങ്ങളും എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ പ്ലാനറ്റ് ഫ്രൂട്ട് ഇല്ല. എന്തായാലും നമുക്കിനി സൈക്കിൾ ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. സോ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് നമ്മളെ റൈഡിങ് പോസ്റ്ററും കാര്യങ്ങളൊന്നും വലുതായിട്ട് അൺകംഫർട്ടബിൾ ഒന്നും അല്ല, വളരെ കംഫർട്ടബിളായ ഒരു റൈഡിങ് പോസ്റ്ററാണ് നമുക്ക് ഈ സൈക്കിളിനകത്ത് കിട്ടുന്നത്. നമ്മൾ ഹാൻഡിൽ ബാറിലേക്ക് വയ്ക്കുമ്പോൾ വളരെയധികം നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ ഒരു എക്സ്റ്റെൻഡറൊക്കെ വെച്ചിട്ടാണ് സ്പീഡോമീറ്ററൊക്കെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഓട്ടിക്കുന്ന സമയത്തായാലും വളരെ കംഫർട്ടബിളായിട്ട്, ഞാനിപ്പോൾ 1 ഹാൻഡിലാണ് ഓട്ടിക്കുന്നതെങ്കിൽ പോലും വളരെ കംഫർട്ടബിളായിട്ടുള്ള റൈഡാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഒരു 10-11 സ്പീഡിലാണ് ഞാൻ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് കയ്യിൽ ഫോണും കൂടി ഉള്ളതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 20-25 ആ റേഞ്ചൊക്കെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇത് ഓടിക്കുമ്പോഴായാലും വളരെ കംഫർട്ടബിളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഇത്ര നല്ല സൈക്കിൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം താല്പര്യമുള്ളവർ ഇത് മേടിക്കാം. ബൈ.